നമസ്കാരം. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന സിനിമ എത്തി. മലൈക്കോട്ട് വാലിബൻ. നമ്മളിന്ന് ദുബായിലാണ് കണ്ടത്. ഹൗസ്ഫുള്ളായിരുന്നു ഷോ. സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിനിമ ഞാൻ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തൊരു സിനിമ, ഞാൻ ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചൊരു സിനിമയാണ്. കാര്യം ലാലേട്ടനെ കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം മിസ് ചെയ്യുന്നു. അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന നല്ല രീതിയിലുള്ള അഭിനയങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ശരിക്കും നമുക്ക് അന്ന് അതിനെ അത്ര എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ അത് തുടർച്ചയായിട്ട് അങ്ങനെയുള്ള അഭിനയങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നുണ്ട്. അത് ഒരു ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയി. അത് എല്ലാം ഒരേപോലെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയി. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് അത് നമുക്ക് മിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലാലേട്ടനെ ഇങ്ങനെ ഒരു ക്യാരക്ടറിൽ കിട്ടാനായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്കത് കാണാൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം ഈ സിനിമയ്ക്കകത്ത് വരുമ്പോൾ ഈ സിനിമയിൽ മാസ് കാണിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ ഒരു സംഭവം നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു ഡയറക്ടർക്ക് വേണമെങ്കിൽ, ഒരു പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നടന് വേണമെങ്കിൽ ഇതിങ്ങനെ ആക്കിക്കൂടെ, അല്ലെങ്കിൽ ആ സീൻ അങ്ങനെ ആക്കാമെന്നൊക്കെ നമുക്ക് തോന്നും. അല്ലെങ്കിൽ അങ്ങനെ ആക്കിയാൽ കുറച്ചും കൂടി കയ്യടിയൊക്കെ വരുമായിരുന്നു. പക്ഷേ അതിന് കോംപ്രമൈസ് ചെയ്യാത്ത ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആ ഒരു രീതി തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിൻ്റെതായ കുറച്ച് ലാഗുകൾ ഈ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഫിലിം ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ ഒരു നല്ലൊരു ക്വാളിറ്റി ഫിലിമാണ്. ഒരു ഇൻ്റർനാഷണൽ രീതിക്കാണ് അവർ ആ ഫിലിം മേക്ക് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രസ് മീറ്റിൽ ഇവർ പറയുന്ന ഒരു കാലമോ ഒരു ടൈമോ കാണിക്കാത്ത ഒരു ടൈപ്പ് സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന് മുന്നേ ഇങ്ങനത്തെ സിനിമ വന്നിട്ടുണ്ട്. ഗുരു എന്ന് പറഞ്ഞ സിനിമ, മലയാളത്തിലെ ഗുരു എന്ന് പറഞ്ഞ സിനിമ ഇങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമയായിരുന്നു. പിന്നെ എനിക്ക് ഈ വേറൊരു സംഭവം, ആ ഒരു ഫ്രെയിമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് താഴ്വാരം എന്ന് പറഞ്ഞ പഴയ ഒരു ഭരതൻ്റെ സിനിമയുണ്ട്. നല്ല രസമുള്ളൊരു ഭയങ്കരമായിട്ടുള്ള റിവെഞ്ച്, ഒരു ഡെപ്തിലുള്ളൊരു റിവെഞ്ച് കാണിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഏകദേശം ആ സ്ഥലങ്ങൾ പോലത്തെ ഒരു ഫ്രെയിമൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നി. പിന്നെ ഈ തേന്മായും കോമ്പത്ത് സിനിമകളിലെ ഫ്രെയിം അത് ഒത്തിരി ശരിക്കും തോന്നി. അപ്പോൾ ഈ സിനിമയുടെ ഫ്രെയിം എന്ന് പറയുന്നത് ജാതി ഫ്രെയിമാണ്. നമുക്ക് അത് കണ്ട് തന്നെ ഇങ്ങനെ ഇരുന്നു പോകും. എന്ത് രസമാണോ അത് എടുത്തിരിക്കുന്നത്, ഒരു രക്ഷയില്ലാത്തൊരു ഫ്രെയിം. അത് കോംപ്രമൈസ് ചെയ്യാത്തതും അതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ സിനിമയുടെ ഒത്തിരി ഒരു ഓവറോൾ ഭംഗിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോസ്റ്റ്യൂംസ്, ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, ഇവർ സഞ്ചരിക്കുന്ന വഴികൾ, എല്ലാം കൊണ്ടും ഒരു പക്ക ഒരു ഫോക്ക് സിനിമയായിട്ട് നമുക്കിത് റിഫ്ലക്റ്റ് ചെയ്യും. ലാലേട്ടൻ ഇതേപോലെ ഒരു ഫോക്ക് സിനിമയുടെ ഭാഗമായിട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ടൊരു ഗൂസ്പം, അല്ലെങ്കിൽ എനിക്ക് അത്രയും ഒരു നിർവൃതി തോന്നിയ സംഭവമാണ്. ലാലേട്ടനെ ഒരു ഫോക്ക് സിനിമയുടെ ഭാഗമായിട്ട് കിട്ടുക എന്നുള്ളത്. അത് എന്തായാലും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ലാലേട്ടനെ കൊണ്ട് നല്ല പണിയെടുപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിലൊരു വിഷമം എന്ന് പറഞ്ഞ കാര്യം, ഇതൊക്കെ നേരത്തെ ചെയ്യായിരുന്നു. ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സിനിമകൾ നമ്മളെ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത സിനിമകളായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള സിനിമകൾക്ക് ആരും മുതിരാണ്ടിരുന്നത്. കാര്യം ലാലേട്ടനൊക്കെ നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള കാലത്ത് ഈ കാടുകൾ പശ്ചാത്തലമാക്കിയൊക്കെ എത്രയോ ഫോക്ക് സിനിമകളൊക്കെ നമുക്ക് ചെയ്യായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രായമായതായിട്ട് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങനെയുള്ളൊരു സാധ്യത ലാലേട്ടനെ വെച്ചൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ ഒരു വിഷമം ഈ സിനിമ കണ്ടപ്പോൾ എനിക്കത് പേഴ്സണലായിട്ട് തോന്നി. പിന്നെ ഈ സിനിമയുടെ വിജയം അനുസരിച്ചിരിക്കും ഇതിൻ്റെ രണ്ടാം ഭാഗം. കാര്യം ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഇവർ കടക്കുകയാണെങ്കിൽ, കാര്യം അങ്ങനെ നല്ല വ്യക്തമായിട്ട് നല്ല രസത്തോടുകൂടിയാണ് ഇവർ എൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിക്കാണ്. അപ്പോൾ ഇത്രയും വർക്കും ഇവർ ചെയ്തു. ഈ സിനിമ വേണ്ട വിധം ഫിനാൻഷ്യലി കണക്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ പ്രൊഡ്യൂസർ ചിലപ്പോൾ ഇത് രണ്ടാമതൊരു ഭാഗം എടുക്കുമെന്ന് സംശയമാണ്. ലാലേട്ടൻ ഇത്ര എഫർട്ട് എടുത്തിട്ട് അത് അങ്ങനെ വിജയിക്കാണ്ട് ഫിനാൻഷ്യലി കളക്ട് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു പ്രായത്തിൽ അങ്ങനെ ഒരു എഫർട്ട് എടുക്കുമെന്നും ഈ ഒരു പ്രായത്തിൽ അങ്ങനെ എടുക്കുമെന്നും സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതുവരെ കണ്ടത് വെച്ച് ഏറ്റവും നല്ല ഒരു ലാലേട്ടൻ്റെ ഒരു ഭയങ്കര യൂണിക്ക്നെസ് ഉള്ളൊരു സിനിമ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഈ സിനിമ ശരിക്കും, ഇപ്പോൾ കുറേ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. ഈ സിനിമ ശരിക്കും ആൾക്കാർ റിപ്പീറ്റഡായിട്ട് കാണും. അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് ഈ സിനിമയ്ക്ക്, ഒരു വൈബുണ്ട് ഈ സിനിമയ്ക്ക്. അത് റിപ്പീറ്റഡായിട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടിയൊക്കെ മനസ്സിലാകുന്നത്. പിന്നെ ഈ സിനിമയിൽ നിന്ന് മാറിപ്പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നി. ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്തൊരു ഇതായിട്ട് പറയാനുള്ളത്, നെഗറ്റീവായിട്ട് തോന്നിയത്. ഇവരൊരു നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ഒരു വലിയൊരു കോട്ടയിൽ വെച്ചുള്ളൊരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. അത് ഇച്ചിരി ഓവറാക്കിയോ എന്നൊരു സംശയം, കയ്യിൽ നിന്ന് ഇച്ചിരി പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നിയത്. അത് ആ സീന് കഴിഞ്ഞിട്ടും വീണ്ടും അതിലൂടെ തന്നെ ഫ്ലോയിൽ കൊണ്ടുപോയി പിന്നെ തോക്കും കാര്യങ്ങളൊക്കെ വരുന്നു. അത് ഒരു മാസ് എലമെൻ്റായിട്ട് അത് ഓക്കെയാണ്. പക്ഷേ അതിനിടക്ക് വരുന്ന ബീജിയം ശരിക്കും നമ്മൾ ഈ പള്ളിപ്പെരുന്നാളിൽ അടിക്കുന്ന പോലത്തെ ഒരു മറ്റേ PPയൊക്കെ ഊതുന്ന പോലെ, അത് ശരിക്കും അതങ്ങനെ ഇട്ടതാണോ, അത് ശരിക്കും ഭയങ്കരമായിട്ട് ചിരി ഉണ്ടാക്കി തിയേറ്ററിൽ. ഈ കൾട്ട് മാറിയിട്ട് അവസാനം കൾട്ടിൻ്റെ വേറൊരു വേഷം വരികയല്ലേ, അതുപോലെയായി. ആൾക്കാരൊക്കെ ഡയലോഗുകൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ
ആ ഒരു സീന് കറക്റ്റ് ഒരു ഓരോ സീനിന് ഒരു പഞ്ചുണ്ടല്ലോ, നമ്മുടെ മനുഷ്യരുടെ ആൾക്കാരുടെ ഉള്ളിൽ ഒരു പഞ്ച് അവർ തന്നെ ആ ഒരു ഫ്ലോയിൽ തന്നെ അവരൊരു പഞ്ച് കുറിക്കാറുണ്ട്. അതും പോയിട്ട് പിന്നെയും ഒരു സ്പേസ് കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് അവിടെയും നിർത്താണ്ട് ആ ബീജിയമും അവിടെ വെച്ചിട്ട് വേറെ തലത്തിലേക്ക് മാറ്റി അവിടുത്തെ എക്സ്പ്രഷനൊക്കെ വരുമ്പോൾ ആൾക്കാർ ചിരിക്കാൻ തുടങ്ങിയത്. അതാണ് എനിക്കതിനകത്തൊരു ഇതായിട്ട് തോന്നിയത്. ബാക്കി ലാഗ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാര്യം ലിജോ ജോസ് പല്ലിശ്ശേരി ഈ സിനിമ ഇങ്ങനെയാണ് അത് പറയേണ്ടത്, അതങ്ങനെ സമയത്തൊക്കെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. വേറെ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. ഒരു പക്ക ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമ, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാഫായിട്ട് എനിക്ക് തോന്നി. ഈ സിനിമ എവിടെയും കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. വേറെ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടതിലേ അത്യാവശ്യം ഇപ്പം ഈ സിനിമ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ജോണറിൽ വരുന്നൊരു സിനിമ അല്ല ഇത്. ഓക്കെ, ഇതൊരു സിനിമ ഇഷ്ടപ്പെടാൻ എനിക്ക് തോന്നുന്നത് ഒരു 100 പേര് കണ്ടു കഴിഞ്ഞാൽ 20 പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. ഒരു 20 പേര് കുഴപ്പമില്ല എന്ന് പറയായിരിക്കും. ബാക്കിയുള്ളവർക്ക് ഒട്ടും ഇഷ്ടപ്പെടണമെന്നില്ല, ഒട്ടും കണക്റ്റ് ആവണമെന്നില്ല. ഭയങ്കര ബോറായിട്ട് ചിലപ്പോൾ തോന്നും. പക്ഷേ അതങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിനിമയുടെ ഒരു മോഡൽ വന്നിരിക്കുന്നത്. ലാലേട്ടനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ലാലേട്ടൻ്റെ റോൾ കാണാൻ വേണ്ടി ഒത്തിരി കാലമായിട്ട് കൊതിക്കുമായിരുന്നു. എന്തായാലും സാക്ഷാത്കരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും അത്യാവശ്യമൊക്കെ എല്ലാ ആൾക്കാരും കാണുമോ ഇല്ലെന്നറിയില്ല. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ അതൊരു രസമായിരിക്കും. ഓക്കെ, എനിക്ക് അത്രയും ഇതിനകത്ത് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി.